ഹായ് ഫ്രണ്ട്സ്, ജനറേറ്റീവ് AI നമ്മുടെ വ്യവസായ രംഗത്തും അതേപോലെ വാണിജ്യ രംഗത്തും ഭാവിയിലും വലിയ വിപ്ലവം കൊണ്ടുവരുന്ന കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല. മനുഷ്യ പരിണാമം വിശദീകരിക്കുന്ന ഡാർവിൻ തിയറി പോലെ ഡിജിറ്റൽ ഡാർവിനിസം എന്നാണ് ഈ ഒരു ട്രാൻസ്ഫോർമേഷനെ പൊതുവെ വിലയിരുത്തുന്നത്. അപ്പോൾ ഈ ഒരു വിപ്ലവത്തിൽ പങ്കെടുക്കുന്ന ഇന്ത്യൻ IT കമ്പനികളും സ്വാഭാവികമായിട്ടും അവർ പുതിയ ഈ സങ്കേതങ്ങൾ ആർജിച്ചെടുത്തേ പറ്റും, അല്ലെങ്കിൽ അവർക്ക് ഈ ഒരു മേഖലയിൽ അതിജീവിക്കാൻ കഴിയില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇന്ത്യൻ IT കമ്പനികൾ അവരുടെ ഒരു അതിജീവനത്തിൻ്റെ ഭാഗമായിട്ട് ബിസിനസ്സിൻ്റെ ഓപ്പറേഷൻസ് എല്ലാം റീഷേപ്പ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അത്തരത്തിൽ റീഷേപ്പ് ചെയ്തുകൊണ്ടിരിക്കുന്ന രണ്ട് ഇന്ത്യൻ IT കമ്പനികളുടെ സ്റ്റോക്കുകളെ കുറിച്ചാണ് ഈ വീഡിയോയിൽ സംസാരിക്കുന്നത്. R4iയിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. ഇന്ന് സ്റ്റോക്ക് എക്സ്ചേഞ്ചിൽ HCL ടെക് എന്ന് പറയുന്ന കമ്പനി സമർപ്പിച്ച ഒരു ലെറ്റർ, അതിൻ്റെ ഒരു റിലീസ്, അതിൽ പറയുന്ന കമ്പനിയുടെ പുതിയ AI ഇനീഷ്യേറ്റീവിനെ കുറിച്ചുള്ള ഒരു ഡോക്യുമെൻറ്റിൽ പറയുന്ന കാര്യങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ HCL ടെക് ഒരു AI ഫൗണ്ടറി അത് ലോഞ്ച് ചെയ്യാൻ പോവുകയാണ് എന്നാണ് പറയുന്നത്. അപ്പോൾ വിവിധ ഇൻഡസ്ട്രികൾക്ക് ആവശ്യമായിട്ടുള്ള AI ബേസ്ഡ് ഇൻഫ്രാസ്ട്രക്ചറിൻ്റെ ഒരു നിർമ്മാണശാലയാണ് സിമ്പിളായി പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു എൻ്റർപ്രൈസസ് AI ഫൗണ്ടറി എന്ന് പറയുന്നത്. ഇത് ആമസോൺ വെബ് സർവീസ്, അതുപോലെ മൈക്രോസോഫ്റ്റ് അസൂർ, അതേപോലെ ഗൂഗിൾ ക്ലൗഡ് പ്ലാറ്റ്ഫോം പോലുള്ള ഡാറ്റ അനലിറ്റിക് ക്ലൗഡ് സൊല്യൂഷൻസ് കമ്പനികളുമായി അതുമായിട്ട് താതാത്മ്യം പ്രാപിക്കുന്ന അല്ലെങ്കിൽ അതിൻ്റെ ഉപയോഗത്തിന് വേണ്ടി ചിട്ടപ്പെടുത്തിയിട്ടുള്ള ഒരു ഡാറ്റ എഞ്ചിനീയറിംഗ് ആൻഡ് AI സർവീസാണ് HCL ടെക്കിൻ്റെ ഈ ഒരു ഫൗണ്ടറി എന്ന് പറയുന്നത്. HCL ടെക്കിൻ്റെ Q4 റിസൾട്ടിനോടനുബന്ധിച്ച് അതിൻ്റെ കോൾ ഗൈഡൻസിൽ 2025 പല വെല്ലുവിളികളും ഉണ്ടെങ്കിലും ഒരു ശുഭാപ്തി വിശ്വാസത്തോടെയാണ് കമ്പനി അവരുടെ ഇൻവെസ്റ്റർ പ്രസൻറ്റേഷൻ അവസാനിപ്പിച്ചത്. ഏപ്രിൽ മാസം കോളിൽ കമ്പനി സൂചിപ്പിച്ച ഒരു നോട്ട് വളരെ പ്രസക്തമാണ്. ക്ലയൻറ്റ്സ് എക്സ്പെക്റ്റഡ് ടു ഇൻവെസ്റ്റ് ഇൻ AI ആൻഡ് അതർ എമേർജിംഗ് ടെക്നോളജീസ് എന്നൊരു പരാമർശം കാണാം. അപ്പോൾ അതിലേക്ക് കോൺട്രിബ്യൂട്ട് ചെയ്യുന്ന ഒരു പ്രസ് റിലീസാണ് ഇന്ന് ഇവർ എക്സ്ചേഞ്ചിൽ സമർപ്പിച്ചിട്ടുള്ളത്. നമുക്കറിയാം, ഈ ഇന്ത്യയിലെ ടോപ്പ് 5 IT കമ്പനികളിൽപ്പെട്ട ഒരു വലിയ ലാർജ് ക്യാപ് കമ്പനിയാണ് ഈ HCL ടെക്. ഇതിൻ്റെ മാർക്കറ്റ് ക്യാപ്പ് 3,85,000 കോടിയുള്ള വലിയൊരു കമ്പനിയാണ്. കറണ്ട് പ്രൈസ് 1418 ഇതിൻ്റെ റീസെൻറ്റ് ഹൈ 1697 ആയിരുന്നു. അപ്പോൾ ഇപ്പോഴത്തെ ഈ ഒരു ഡെവലപ്മെൻറ്റിൻ്റെ ഭാഗമായിട്ട് ഈ സ്റ്റോക്ക് അടുത്ത് തന്നെ ഈ ഒരു അതിൻ്റെ ഒരു പ്രീവിയസ് ഹൈയിലേക്ക് തിരിച്ചു പോകും എന്നാണ് പൊതുവെ ഇതിൻ്റെ ഒരു മൂവ്മെൻറ്റ് സൂചിപ്പിക്കുന്നത്. സ്റ്റോക്കിൻ്റെ PE 24.5, ഇൻഡസ്ട്രി PE 30.1. എപ്പോഴും അണ്ടർ വാല്യൂഡ് ആയിട്ട് ട്രേഡ് ചെയ്യപ്പെടുന്ന ഒരു സ്റ്റോക്കാണ് HCL ടെക്. ഇതിൻ്റെ ഒരു ഡിവിഡൻഡ് ഈൽഡ് തന്നെ വളരെ അട്രാക്റ്റീവാണ്. 3.67% ഒരു ഡിവിഡൻഡ് ഈൽഡ് ഈ സ്റ്റോക്കിൽ നമുക്കിപ്പം കാണാൻ കഴിയും. ഈ സ്റ്റോക്കിൻ്റെ ഒരു ROC 29.8 ROE 23.5 അതുതന്നെ വളരെ അട്രാക്റ്റീവായതും ശക്തമായതുമായ ഒരു ഫണ്ടമെൻ്റൽസ് നമുക്ക് ഇവിടെ കാണാൻ കഴിയും. Q4 റിസൾട്ടിൽ ഇയർ ഓൺ ഇയർ സെയിൽസിൽ 7% വർധനവും പ്രോഫിറ്റിൽ 0.13% വർധനവും മാത്രമാണ് നമുക്ക് കാണാൻ കഴിയുക. നമുക്കറിയാം, മൊത്തത്തിലുള്ള ഈ IT സെക്ടറിലുള്ള ഡൗൺ ട്രെൻഡ് ഈ സ്റ്റോക്കിനെ സാരമായി ബാധിച്ചു. എല്ലാ സ്റ്റോക്കുകളെയും ബാധിച്ച പോലെ ഈ സ്റ്റോക്കിനെയും ബാധിച്ചിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു പുതിയ AI ഇനീഷ്യേറ്റീവ് ഇവർ 2025 പ്രതീക്ഷയോടെയാണ് കമ്പനി കാണുന്നത്. അപ്പോൾ ഡെപ്റ്റ് ടു ഈക്വിറ്റി റേഷ്യോ നോക്കുകയാണെങ്കിൽ 0.08 യാതൊരു കടബാധ്യതകളുമില്ലാത്ത വളരെയധികം ഫണ്ടമെൻ്റലി സ്ട്രോങ് ആയിട്ടുള്ളൊരു കമ്പനിയാണ് HCL ടെക്. ഈ സ്റ്റോക്കിൽ നമുക്ക് എപ്പോഴും എൻട്രി എടുക്കാവുന്ന ഒരു സ്റ്റോക്കാണ്. പ്രത്യേകിച്ച് ബൈ ഓൺ ഡിപ്പ് എന്നുള്ള സ്ട്രാറ്റജി ഫോളോ ചെയ്തിട്ട് ലോങ് ടേമിലേക്ക് എത്രയോ വർഷങ്ങളോളം ഹോൾഡ് ചെയ്യാൻ പറ്റുന്ന ഒരു സ്റ്റോക്കായിട്ട് നമുക്ക് ഇതിനെ കാണാവുന്നതാണ്. രണ്ടാമത്തെ സ്റ്റോക്കിലേക്ക് വന്നാൽ അത് ഹാപ്പിയസ്റ്റ് മൈൻഡ്സ് ടെക്നോളജിയാണ്. മിസ്റ്റർ അശോക് സൂട്ട എന്ന് പറയുന്ന 81 വയസ്സുള്ള വെറ്ററൻ എക്സിക്യൂട്ടീവ് ചെയർമാനായിട്ടുള്ള ഈ ഒരു സ്റ്റോക്ക്, നമുക്കറിയാം, ഈ അശോക് സൂട്ട എന്നതിൽ കേന്ദ്രീകരിച്ചുകൊണ്ടുള്ള ഒരു സ്റ്റോക്കാണ് ഈ ഹാപ്പിയസ്റ്റ് മൈൻഡ് ടെക്നോളജീസ്. ഈ അശോക് സൂട്ട എന്ന് പറയുന്ന ഇദ്ദേഹം ഒരു വെറ്ററൻ IT എക്സിക്യൂട്ടീവ്. അദ്ദേഹം വിപ്രോയിൽ സ്വന്തമായിട്ട് മൈൻട്രി എന്ന കമ്പനി ക്രിയേറ്റ് ചെയ്യുകയും പിന്നീട് ഈ LNT ഈ മൈൻട്രിയെ ടേക്ക് ഓവർ ചെയ്യുകയും ചെയ്തതിന് ശേഷം അദ്ദേഹം പുതുതായിട്ട് ഫോം ചെയ്ത കമ്പനിയായിരുന്നു ഹാപ്പിയസ്റ്റ് മൈൻഡ്സ്. ഈ ഹാപ്പിയസ്റ്റ് മൈൻഡ്സിൻ്റെ IPO ലിസ്റ്റിംഗ് ഒരു വമ്പം വാർത്തയായിരുന്നു. ഒരു മാസ് എൻട്രി ആയിരുന്നു അവർ മാർക്കറ്റിൽ നടത്തിയത്. ഈ സ്റ്റോക്ക് 1500 വരെ പോയ ഘട്ടം ഉണ്ടായിട്ടുണ്ടായിരുന്നു. അതിനുശേഷം നീണ്ട ഒരു കൺസോളിഡേഷൻ ഈ സ്റ്റോക്കിൽ സംഭവിച്ചു. അത് സ്വാഭാവികമായിട്ട് IT സെഗ്മെൻറ്റിൽ ഉണ്ടായിട്ടുള്ള ഡൗൺ ട്രെൻഡാണ് ഈ സ്റ്റോക്കിനെയും ഈ ഒരു പതനത്തിലേക്ക് നയിച്ചത്. പക്ഷേ ആ ഒരു 800-900 ആ ഒരു റേഞ്ചിൽ നിന്ന് ഈ സ്റ്റോക്ക് താഴോട്ട് പോയിട്ടില്ല. അപ്പോൾ അതൊരു നല്ലൊരു സപ്പോർട്ട് ലെവലായിട്ട് നമുക്ക് കണക്കാക്കാം. Q4 കോളിൽ ഇവർ ജനറേറ്റീവ് AIയുമായി ബന്ധപ്പെട്ട് പറയുന്നൊരു കാര്യമുണ്ട്. അതായത് ഇവരുടെ AI ബിസിനസ് ഇവർ സെപ്പറേറ്റ് ഒരു ബിസിനസ് യൂണിറ്റായി തന്നെയാണ് ചെയ്യുന്നത്.
അപ്പോൾ അങ്ങനെ ഒരു യൂണിറ്റ് ക്രിയേറ്റ് ചെയ്തതുകൊണ്ട് തന്നെ ഇവരുടെ മൊത്തത്തിലുള്ള കോൺസെൻട്രേഷൻ ആ ഒരു ബിസിനസ്സിലേക്ക് പോവുകയും അവിടെയുള്ള വർക്ക് ഫോഴ്സിന് മൊത്തത്തിൽ എഞ്ചിനീയേഴ്സിനെയും സോഫ്റ്റ്വെയർ എഞ്ചിനീയേഴ്സിനും ഒക്കെ അല്ലെ ഡാറ്റ അനലിസ്റ്റുകളെയൊക്കെ അവർ ജനറേറ്റീവ് AI എക്സ്പേർട്ടുകളായിട്ട് മാറ്റാനുള്ള അഗ്രസീവായിട്ടുള്ള ഒരു ട്രെയിനിങ് ഷെഡ്യൂൾ ഈ കമ്പനി മുന്നോട്ട് കൊണ്ടുപോയിക്കൊണ്ടിരിക്കുകയാണ്. അതാണ് അവരുടെ റിപ്പോർട്ടിൽ സൂചിപ്പിക്കുന്നത്. പല ഇൻഡസ്ട്രികളിലുമായിട്ട് പുതിയ ബിസിനസ് അവസരങ്ങൾ തുറന്നു വന്നിട്ടുണ്ടെന്നും പുതുതായിട്ട് 14ഓളം പുതിയ ക്ലയൻസ് ഇവർക്ക് പല ഇൻഡസ്ട്രികളിൽ നിന്ന് ലഭിച്ചതായും അവരുടെ ഇൻവെസ്റ്റർ പ്രസൻറ്റേഷനിൽ നമുക്ക് കാണാൻ കഴിയും. ഈ കമ്പനിയുടെ ഒരു ഫ്യൂച്ചർ ഔട്ട്ലുക്കായിട്ട് അവർ പറയുന്നത് FY25 35% 40% റവന്യൂ ഗ്രോത്ത് ഇവർ പ്രതീക്ഷിക്കുന്നുണ്ട്. കൂടാതെ പ്രോഫിറ്റ് മാർജിനിൽ 22% മുതൽ 24% വരെയുള്ള ഒരു ജമ്പും ഇവർ പ്രതീക്ഷിക്കുന്നുണ്ട്. അപ്പോൾ ആ ഒരു പ്രതീക്ഷയാണ് ഈ സ്റ്റോക്കിൽ ഇന്നത്തെ ദിവസം നമുക്ക് കാണാൻ കഴിയും. അത് ഒരു 7% ഒരു റാലി ഈ സ്റ്റോക്കിൽ നടന്നായിട്ട് കാണാം. കമ്പനിയുടെ ലക്ഷ്യങ്ങൾ ഇവർ നേടാൻ പോകുന്നത് പ്രധാനമായിട്ടും ഓർഗാനിക് ആയിട്ടുള്ള ഒരു ഗ്രോത്താണ് ഇവർ പ്രതീക്ഷിക്കുന്നത്. അല്ലാണ്ട് വലിയ തോതിൽ കാപ്പക്സ് ഇൻവെസ്റ്റ് ചെയ്തുകൊണ്ട് വലിയ തോതിൽ കടം വാങ്ങിക്കൊണ്ട് ഇൻവെസ്റ്റ് ചെയ്തുകൊണ്ടുള്ള അങ്ങനെയുള്ള റിസ്കി ബിസിനസ് പോകുന്നില്ല എന്നുള്ളതാണ്. ഒരു ഓർഗാനിക് ഗ്രോത്ത് ആണ് ഇവർ പ്രതീക്ഷിക്കുന്നത്. അതിനവർ ഇൻവെസ്റ്റ്മെൻറ്റും അതേപോലെ അക്വിസിഷൻസുമാണ് പ്രാധാന്യം നൽകുന്നത്. സ്ട്രോങ് എംഫസിസ് ഇവർ കൊടുക്കുന്നത്, അതായത് ഏറ്റവും പ്രധാനപ്പെട്ട ഫോക്കസ് ഇവർ നൽകുന്നത് ജനറേറ്റീവ് AIയിലും ഓട്ടോമേഷൻ അനാലിറ്റിക്സിലും സെക്യൂരിറ്റി സർവീസിലുമൊക്കെയാണ്. കമ്പനിയുടെ മാർക്കറ്റ് ക്യാപ്പ് 13,000 കോടിയുള്ള ഒരു സ്മോൾ ക്യാപ്പ് കമ്പനിയാണിത്. കറണ്ട് പ്രൈസ് 908 ആണ്. 1023 ഹൈ. അപ്പോൾ ഈ ഒരു ഹൈ അടുത്ത് തന്നെ ഇത് ബ്രേക്ക് ചെയ്യുമെന്ന് തന്നെയാണ് ഈ സ്റ്റോക്കിൻ്റെ ഒരു ചാർട്ട് നോക്കി നമുക്ക് കാണാൻ കഴിയുക. സ്റ്റോക്കിൻ്റെ PE 58 ആണ്. സ്റ്റോക്കിൻ്റെ മീഡിയൻ PE കഴിഞ്ഞ 3 വർഷത്തെ മീഡിയൻ PE നോക്കിക്കഴിഞ്ഞാൽ അത് 63.4 കാണാം. അപ്പോൾ ഈ സ്റ്റോക്ക് ഇപ്പോൾ നല്ലൊരു അട്രാക്റ്റീവ് വാല്യുവേഷനിലാണ് നമുക്ക് ലഭിക്കുന്നത് എന്ന് പറയാൻ പറ്റും. ROC 21.6ഉം ROE 20.6ഉമാണ്. ശക്തമായ ROCയും ഈ സ്റ്റോക്ക് കാണിക്കുന്നുണ്ട്. ഈ Q4 റിസൾട്ടിലെ ഇയർ ഓൺ ഇയർ സെയിൽസിൽ 10% വർധനവും അതുപോലെ പ്രോഫിറ്റിൽ ഏകദേശം 9% വർധനവും ഈ സ്റ്റോക്കിൽ നമുക്ക് കാണാൻ കഴിയും. അതുപോലെ 0.5 താഴെയുള്ള ഒരു റീസണബിൾ ആയിട്ടുള്ള ഒരു ഡെറ്റ് മാത്രമേ ഈ സ്റ്റോക്കിനുള്ളൂ. അവർ ഇവിടെ പ്ലഡ്ജ്ഡ് പെർസെൻറ്റേജും ഏകദേശം 7% മാത്രമുള്ള യാതൊരുവിധ റിസ്ക്കും ഇല്ലാത്ത രീതിയിലുള്ള ഒരു ഡെറ്റ് സ്ട്രക്ചറാണ് ഈ കമ്പനിയിൽ നമുക്ക് കാണാൻ കഴിയുക. അപ്പോൾ AI വിപ്ലവത്തിൽ ഇന്ത്യൻ ഗ്രോത്ത് സ്റ്റോറിയിൽ നിങ്ങൾ വിശ്വസിക്കുന്നുണ്ടെങ്കിൽ ലോങ് ടേമിൽ ഇൻവെസ്റ്റ് ചെയ്യാവുന്ന 2 സ്റ്റോക്കുകളാണ് SCL Tech ഹാപ്പിയസ്റ്റ് മൈൻഡും. ഓരോ ഡിപ്പിലും ഇൻവെസ്റ്റ് ചെയ്യാവുന്ന ഈ സ്റ്റോക്കുകൾ FY25 നല്ലൊരു ബ്രേക്ക് ഔട്ടിനുള്ള സാധ്യതയാണ് കാണുന്നത്. നിങ്ങൾ കൂടുതൽ പഠനം നടത്തിക്കൊണ്ട് ഈ സ്റ്റോക്കിനെ പറ്റി തീരുമാനമെടുക്കുക. താങ്ക് യു ഫോർ വാച്ചിങ്. സീ യു നെക്സ്റ്റ് ടൈം വിത്ത് അനദർ വീഡിയോ.